ഖുർആൻ പരമ്പരയിൽ സൂറത്തു റൂം എന്ന അധ്യായത്തിലെ ആദ്യത്തെ 6 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. അതിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹു നടത്തിയ ഒരു പ്രവചനം പിന്നീട് ഫലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൻ്റെ വക്താക്കൾ ലോകമാകെ വലിയ പ്രചാരണം നടത്തുന്ന ഒരു കാര്യം ആ 6 വാക്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ പ്രചാരണം വെറും കള്ളപ്രചാരണമാണെന്നും അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ അങ്ങനെ അല്ല എന്നും മുഹമ്മദ് ഒരു പ്രവചനം നടത്തി അത് പൊളിയുകയാണ് ചെയ്തത് എന്നും കാര്യകാരണ സഹിതം പ്രമാണങ്ങൾ സഹിതം നമ്മൾ ആ ക്ലാസ്സിൽ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇനി അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ റോമക്കാരും പേർഷ്യക്കാരും തമ്മിൽ നടക്കുന്ന യുദ്ധപരമ്പരയിലെ ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് മുഹമ്മദ് ജീവിച്ചിരുന്ന ആ കാലത്ത് അവിടെ നടന്നത്. ആ യുദ്ധത്തിലാണ് ആദ്യം പേർഷ്യക്കാർ ജയിക്കുകയും പിന്നീട് റോമക്കാർ അവരുടെ ഭൂമി തിരിച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ മുഹമ്മദ് എന്ന മനുഷ്യൻ അന്നത്തെ മക്കയിലെ അറബികളുമായി ആ വിഷയത്തിൽ നിരന്തരമായി തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു പ്രവചനം നടത്തുകയും അത് ആദ്യം പൊളിയുകയും പിന്നീട് അത് ഫലിക്കുകയും ഒക്കെ ചെയ്തു എന്നതിന് അന്നത്തെ ചരിത്രത്തിൽ ഒരു ചെറിയ സാങ്കത്യമുണ്ട്. പക്ഷേ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന പ്രപഞ്ചസൃഷ്ടാവായ ദൈവത്തിൻ്റെ കിതാബിൽ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച ഒരു വേദഗ്രന്ഥത്തിൻ്റെ വചനങ്ങളിൽ ഇങ്ങനെ ഒരു പ്രവചനം പറയേണ്ട എന്ത് സാങ്കത്യമാണുള്ളത്? ഞാനിത് ചോദിക്കാൻ കാരണം, ഈ റോമാ സാമ്രാജ്യത്തിൻ്റെയും ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയും പിന്നീട് മുഹമ്മദ് തന്നെ ഉണ്ടാക്കിയ ഇസ്ലാമിൻ്റെയും ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ വളരെ താൽക്കാലികമായിട്ട് നടന്ന കാര്യങ്ങളായിരുന്നു എന്നും യഥാർത്ഥത്തിൽ പിന്നീട് ഈ റോമാ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും തമ്മിലടിച്ച് തകർന്ന് തരിപ്പണമായി തളർന്നു കിടക്കുന്ന ഈ 2 സാമ്രാജ്യങ്ങളെയും ആ തക്കം മുതലാക്കിക്കൊണ്ട് കീഴ്പ്പെടുത്തി ഇസ്ലാമിക സാമ്രാജ്യമാണ് പിന്നീട് ആ ഭൂപ്രദേശങ്ങൾ മുഴുവൻ വ്യാപിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രപഞ്ചസൃഷ്ടാവായ ദൈവം ലൗഹുൽ മഹ്ഫൂദ് എന്ന കിതാബ് ഉണ്ടാക്കി വെച്ച് ഇസ്ലാം എന്ന മതമുണ്ടാക്കാനാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ദൈവം പ്രവചിക്കേണ്ടിയിരുന്നത് റോമക്കാരുടെ വിജയമല്ല, പേർഷ്യക്കാരുടെ പരാജയമല്ല. ദൈവം പ്രവചിക്കേണ്ടിയിരുന്നത് ഈ പേർഷ്യൻ സാമ്രാജ്യവും ഈ റോമാ സാമ്രാജ്യവും ഒന്നും അധികകാലം നിലനിൽക്കാൻ പോകുന്നില്ല എന്നും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ബിലോയ്സീനി എന്ന് പറയുന്നത് പോലെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ 2 സാമ്രാജ്യങ്ങളും ഇസ്ലാമിന് കീഴടങ്ങും എന്നായിരുന്നു ദൈവം പ്രവചിക്കേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രവചനം ഇല്ല. മറിച്ച് താൽക്കാലികമായിട്ട് നടന്ന ആ ഒരു പ്രാദേശികമായിട്ട് മാത്രം പ്രസക്തിയുള്ള ഒരു കാര്യം അവിടെ പ്രവചനമായിട്ട് പറയുകയും അതിൻ്റെ അപ്പുറത്തേക്ക് ചരിത്രത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയുമാണ് ഈ ഖുർആനിലൂടെ മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും ചെയ്തത്. ഇന്ന് നമ്മൾ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കുക, ഈ ഖുർആൻ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ട് പ്രപഞ്ചം ഉണ്ടാക്കും മുമ്പ് തയ്യാറാക്കി വെച്ച ഒരു ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഈ പേർഷ്യക്കാരിതാ തോൽക്കാൻ പോകുന്നു, റോമക്കാരിതാ ജയിക്കാൻ പോകുന്നു എന്ന പ്രവചനത്തിന് യാതൊരു പ്രസക്തിയും ഈ പുസ്തകത്തിലില്ല. മറിച്ച് പേർഷ്യയും റോമയും ഒക്കെ വലിയ സാമ്രാജ്യങ്ങളാണെങ്കിലും ഇസ്ലാമിക സാമ്രാജ്യമാണ് അവരെയൊക്കെ അതിജയിക്കാൻ പോകുന്നത് എന്നായിരുന്നു അള്ളാഹു പ്രവചിക്കേണ്ടിയിരുന്നത്. അത് പ്രവചിക്കണമെങ്കിൽ ഇതൊക്കെ പറയുന്ന കാലത്ത് അള്ളാഹുവിന് ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാൻ കഴിയണം. പക്ഷേ മുഹമ്മദിന് അറിയാൻ കഴിയാത്ത ഒരു കാര്യവും അള്ളാഹുവിനും അറിയാൻ കഴിയുമായിരുന്നില്ല എന്നതുകൊണ്ടാണ് പ്രസക്തമായ അത്തരമൊരു പ്രവചനം ഈ ഖുർആനിൽ ഇല്ലാതെ പോവുകയും അപ്രസക്തമായ ഒരു പ്രവചനം ഖുർആനിൽ ഉണ്ടാവുകയും ആ പ്രവചനം തന്നെ ആദ്യഘട്ടത്തിൽ പൊളിഞ്ഞ് പാളീസാവുകയും അതിൻ്റെ പേരിൽ അബൂബക്കറിന് 10 ഒട്ടകങ്ങൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തത്. ഈ അബൂബക്കറിന് 10 ഒട്ടകം നഷ്ടപ്പെട്ട ബെറ്റിൻ്റെ കാര്യമൊക്കെ പിന്നീട് മറ്റു പല രീതിയിലാക്കിയിട്ട് വളച്ചൊടിച്ച് കള്ളങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥ വസ്തുതകൾ മറച്ചു വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുബന്ധമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം. ഇനി നമുക്ക് അടുത്ത വാക്യം മുതൽ 7ാമത്തെ വാക്യം മുതൽ വായിക്കാം. 7 ഐഹിക ജീവിതത്തിൽ നിന്നുള്ള ഒരു ബാഹ്യവശം അവർ അറിയുന്നു, പരലോകത്തെ സംബന്ധിച്ച് അവരാകട്ടെ ബോധരഹിതരാണു താനും. ഈ ഐഹിക ജീവിതത്തെക്കുറിച്ച് ബാഹ്യമായിട്ട് അവരറിയുന്നു എന്ന് പറയുന്ന
ഈ ആരോപണം യഥാർത്ഥത്തിൽ അള്ളാഹുവിനാണ് ബാധകമായിട്ടുള്ളത്. ഐഹിക ജീവിതത്തെക്കുറിച്ചോ ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അന്ന് മക്കയിലുണ്ടായിരുന്ന ജാഹിലിയ അറബികൾക്ക് അറിയാത്ത ഒരു കാര്യവും ഈ അള്ളാഹുവിനും അറിയില്ല എന്നാണ് ഈ ഖുർആൻ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ വായിക്കാൻ പോകുന്ന വാചകങ്ങളിലെല്ലാം അതിൻ്റെ തെളിവുകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മക്കക്കാർക്ക് ഐഹിക കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ അതേ അറിവ് തന്നെ മുഹമ്മദിനും ഉണ്ടായിരുന്നുള്ളൂ. ആ അറിവുകളിൽ തന്നെ പല അറിവുകളും അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളും തെറ്റായ കെട്ടുകഥകളുമായിരുന്നു എന്ന് ഈ ഖുർആൻ തെളിയിക്കുന്നുണ്ട്. ആ കെട്ടുകഥകൾക്ക് സമാനമായിട്ടുള്ള മറ്റു കെട്ടുകഥകൾ അന്നത്തെ അറബികളായ മക്കക്കാർ വിശ്വസിച്ചിരുന്നു. അതിലും ഭേദപ്പെട്ട ഒരു കഥയൊന്നുമല്ല മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആരോപണം യഥാർത്ഥത്തിൽ മുഹമ്മദിനും മുഹമ്മദിൻ്റെ അള്ളാഹുവിനും തുല്യമായി ബാധകമാണ് എന്നാണ് പറയാനുള്ളത്. 8ാമത്തെ വാക്യം, അവർ സ്വയം ചിന്തിച്ചു നോക്കുന്നില്ലേ, ആകാശങ്ങളും ഭൂമിയും അവ രണ്ടിനും ഇടയിലുള്ളതും ന്യായമായ കാര്യത്തോടും ഒരു നിശ്ചിത അവധിയോടും കൂടിയല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരിൽ അധിക പേരും തന്നെ തങ്ങളുടെ രക്ഷിതാവുമായി കാണുന്നതിൽ അവിശ്വസിക്കുന്നവർ ആണ് താനും. ഇവിടെ ഒരു മഹാമണ്ഡത്തിനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവർ തങ്ങളുടെ മനസ്സുകൊണ്ട് സ്വയം ചിന്തിച്ച് നോക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യർ അഥവാ മക്കയിലുണ്ടായിരുന്ന അന്നത്തെ ആളുകളോടാണ് ഈ പറയുന്നത്. മക്കക്കാർ സ്വയം ചിന്തിച്ചാൽ ആകാശങ്ങളും ഭൂമിയും അവ രണ്ടിനും ഇടയിലുള്ളതും ന്യായമായ കാര്യത്തോടും നിശ്ചിതമായ അവധിയോടും കൂടിയല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് മക്കക്കാർ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവുക? ഇത് മക്കക്കാരെന്നല്ല, ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാരാരും സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. ഇത് മുഹമ്മദ് അവിടെ പറഞ്ഞ ഒരു കെട്ടുകഥ മാത്രമാണ്. ഈ കെട്ടുകഥയ്ക്കുള്ള തെളിവാണ് മുഹമ്മദിനോട് മക്കക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ മക്കക്കാരോട് മുഹമ്മദിൻ്റെ അള്ളാഹുവിൻ്റെ പേരിൽ ചോദിക്കുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന്. ചിന്തിച്ചാൽ എങ്ങനെയാണ് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത് നിശ്ചിത സമയത്തേക്ക് വേണ്ടിയാണെന്നും അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ എന്തോ പ്രത്യേക ലക്ഷ്യം വെച്ചുണ്ടാക്കിയതാണ് എന്നും ആ ലക്ഷ്യങ്ങൾ ഇന്നതാണ് എന്നും എങ്ങനെയാണ് മനുഷ്യർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുക? മനുഷ്യർ ചിന്തിച്ചപ്പോൾ മനുഷ്യർക്ക് തോന്നിയ ചില ബാലിശമായ കാര്യങ്ങളാണ് ഈ മതകഥകളായിട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ആ കഥകൾക്കൊന്നും തന്നെ ഇന്ന് മനുഷ്യർ ചിന്തിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ യാതൊരു നിലവാരവും യാതൊരു യുക്തിയുമില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും ഇടയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു നിശ്ചിത ഉദ്ദേശത്തോടു കൂടി ഒരാൾ, അള്ളാഹു എന്ന് പറയുന്ന ഒരാളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതിന് ചിന്തിച്ചാൽ കിട്ടുന്ന എന്ത് തെളിവാണുള്ളത്? അത് ബ്രഹ്മാവ് ആയിക്കൂടെ? അതല്ലെങ്കിൽ വേറെ 2-3 ദൈവങ്ങൾ ചേർന്ന് സൃഷ്ടിച്ചതായാലായിക്കൂടെ? അതല്ലെങ്കിൽ സ്വയം ഈ പ്രപഞ്ചം തന്നെ സ്വയം അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ എന്തെല്ലാം സാധ്യതകൾ, 900 സാധ്യതകൾ ചിന്തിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ പിന്നെ ഈ അള്ളാഹു എന്ന് പറയുന്ന അറബി പഠിച്ചവൻ മാത്രമാണ് ഇതിൻ്റെ ആൾ എന്ന് നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇനി ആകാശത്തിൻ്റെ ഭൂമിയിലും ഇടയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ തന്നെ ആ ദൈവം എന്തിനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്ന കാര്യം മനുഷ്യന് ചിന്തിച്ചാൽ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? മനുഷ്യർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ എത്രയോ വൈവിധ്യമാർന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് ചിന്തിച്ച് ഊഹിച്ചുണ്ടാക്കാൻ പറ്റും. അങ്ങനെ മനുഷ്യർ ചിന്തിച്ച് ഊഹിച്ച് ഉണ്ടാക്കിയത് കൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കഥകളും വ്യത്യസ്തമായിട്ടുള്ള തത്വചിന്തകളും ഒക്കെ ഇതിനെക്കുറിച്ച് ഉണ്ടായത്. അതിലൊരു കഥ മാത്രമാണ് മുഹമ്മദ് അവിടെ വിളമ്പിയ ഈ ഇസ്ലാം എന്ന് പറയുന്ന കഥ. ഈ കഥയ്ക്ക് സമാനമായിട്ടുള്ള വേറെ 1-2 കഥകളുണ്ടെങ്കിൽ പോലും ആ കഥയും ഈ കഥയും തമ്മിൽ പോലും കാര്യമായ ബന്ധങ്ങളൊന്നുമില്ല. മുഹമ്മദ് പൂർവീകരുടെ കെട്ടുകഥകൾ കോപ്പി അടിച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അള്ളാഹു എന്ന് പറയുന്നത് ഒരു ദൈവമാണെങ്കിൽ ആ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എങ്കിൽ അത് സൃഷ്ടിച്ചത് എന്തുദ്ദേശത്തിനാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? അത് നമ്മൾ അറിയേണ്ടതുണ്ട് എങ്കിൽ നമുക്കത് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളെ സൃഷ്ടിക്കേണ്ടത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ, നമുക്ക് ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിൽ നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം ആകാശത്തിൻ്റെ തട്ടുംപുറത്ത് അള്ളാഹു ഒളിച്ചിരുന്നിട്ട് മൂപ്പര് കള്ള ഏജൻറ്റുമാരെ പറഞ്ഞേക്കാണ്. 900 ഏജൻറ്റുമാർ വന്നിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, അത് അയാളുണ്ടാക്കിയതല്ല ഇയാളുണ്ടാക്കിയതല്ല, പല ദൈവങ്ങളെ പേര് പറയുന്നു, പല കാര്യങ്ങൾ പറയുന്നു, പല ഉദ്ദേശങ്ങൾ പറയുന്നു, പല കഥകൾ പറയുന്നു. ഒരുപാട് മതങ്ങളും കഥകളും പ്രവാചകന്മാരും ദൈവങ്ങളും അവതാരങ്ങളും ആൾ ദൈവങ്ങളും ഒക്കെ വന്നിട്ട് നമ്മുടെ മുമ്പിൽ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിന്തിച്ചാൽ നമുക്ക് ഈ കഥകളിൽ നിന്ന് ഏത് കഥയാണ് തിരഞ്ഞെടുക്കാൻ പറ്റുക?
ചിന്തിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ആകെ നമ്മുടെ പരിമിതമായ യുക്തി ബുദ്ധി എന്ന് പറയുന്ന സാധനമുള്ള ആ യുക്തിയുടെയും ബുദ്ധിയുടെയും പരിധിക്കുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ കഥാപുസ്തകങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ. അള്ളാഹു ആണ് ഇത് സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ല. വേറെ ഏതെങ്കിലും ദൈവം സൃഷ്ടിച്ചാലും ഇതൊക്കെ ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ സൃഷ്ടിച്ചാലും ഇത് ഉണ്ടാകും. ഒരു ദൈവങ്ങളും ഇല്ലെങ്കിൽ തനിയെ ഉണ്ടാവണം എന്ന് അതിനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിന് തന്നെ ഉണ്ടെങ്കിൽ അതിന് തനിയെ ഉണ്ടായിക്കോളും. അതൊന്നും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തൽക്കാലം പിടികിട്ടുന്ന കാര്യമല്ല. നമുക്ക് നമ്മളുടെ യുക്തിയും ബുദ്ധിയും നമ്മുടെ നിരീക്ഷണ പരീക്ഷണ പാഠവും ഉപയോഗിച്ച് പരിശോധിച്ചിട്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ കണ്ടെത്തി നമ്മുടെ അറിവ് വികസിപ്പിക്കാൻ കഴിയുന്നു. ആ അറിവാണ് ശാസ്ത്രം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന അറിവ്. ആ ശാസ്ത്രം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന അറിവിൽ അള്ളാഹു ഇതുണ്ടാക്കിയെന്നും അള്ളാഹുവിന് ഇങ്ങനെ മുഖസ്തുതി കിട്ടാനും നിസ്കാരം കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് സൃഷ്ടിച്ചത് എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, അയുക്തികമാണ്, അശാസ്ത്രീയമാണ്. അള്ളാഹു ഒരു സർവശക്തനായിട്ടുള്ള എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു സർവസമ്പൂർണനായിട്ടുള്ള ഒരു ദൈവമാണെങ്കിൽ അയാൾക്ക് നമ്മുടെ മുഖസ്തുതി നിസ്കാരം കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ഇത്രയും വലിയൊരു പ്രപഞ്ചം ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ യാതൊരു കഥയില്ല. ചിന്തിച്ചാൽ അതിലും വലിയൊരു പൊട്ടത്തരം വേറെ ഇല്ല. എന്നിട്ട് ആ ദൈവത്തിൻ്റെ പേരിൽ നമ്മളോട് ചിന്തിക്കാൻ പറയുകയാണ്. എന്താണ് ചിന്തിക്കാൻ പറയുന്നത്? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണെന്നും അതിനൊരു പ്രത്യേക കാലാവധി ഉണ്ട് എന്നൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്ന മട്ടിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചിന്തിച്ചാൽ മനസ്സിലാവില്ല, ചിന്തിച്ചാൽ പലതും മനസ്സിലാവും. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കിയ വൈവിധ്യമാർന്ന കഥകളാണ് മനുഷ്യരിവിടെ കെട്ടുകഥകളായിട്ടും മതവിശ്വാസങ്ങളായിട്ടും തത്വചിന്തകളായിട്ടും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ചോദ്യം, ആ കെട്ടുകഥകളുടെ സമാഹാരത്തിൽ നിന്ന് ഏത് കെട്ടുകഥയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? ആ തിരഞ്ഞെടുക്കാൻ നമ്മുടെ ഈ പരിമിതമായ യുക്തിക്ക് കഴിവില്ല എങ്കിൽ പിന്നെ എന്ത് മാനദണ്ഡമാണ് നമ്മൾ സ്വീകരിക്കുക? എന്ത് മാനദണ്ഡം സ്വീകരിച്ചാലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കഥ തെറ്റാവാനുള്ള സാധ്യത ഇല്ല എന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പുവരുത്തുക? ഈ ചോദ്യത്തിന് ഈ മതം കച്ചവടം ചെയ്യാൻ നടക്കുന്ന ആളുകൾ മറുപടി തരണം. ഇതുവരെ മറുപടി തന്നിട്ടില്ല, പലതവണ ചോദിച്ചതാണ്. മനുഷ്യരിൽ അധിക പേരും തന്നെ തങ്ങളുടെ രക്ഷിതാവുമായി കാണുന്നതിൽ അവിശ്വസിക്കുന്നവരാണ് താനും. അതിന് പയ്യരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിശ്വസിക്കണമെങ്കിൽ അവർക്ക് അത് ബോധ്യപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അവരുടെ മുമ്പിൽ കാണിക്കണം. അതല്ലെങ്കിൽ അവരുടെ ബുദ്ധിയും മനസ്സും അതൊക്കെ ബോധ്യപ്പെടുന്ന തരത്തിൽ നേരത്തെ പ്രോഗ്രാം ചെയ്യണം. അതൊന്നും ചെയ്യാതെ പരിമിതമായ ഒരു യുക്തി കൊടുത്തിട്ട് മനുഷ്യൻ്റെ മുമ്പിലേക്ക് 900 കെട്ടുകഥകളും കള്ളപ്രവാചകന്മാരെയും കയറൂരി വിട്ടിട്ട് മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും കഴിയാത്ത ഒരു കാര്യം മനുഷ്യൻ ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് അവിടെ കുത്തിയിരുന്നിട്ട് പയ്യാരം പറയേണ്ട കാര്യം എന്താണ് ദൈവത്തിന്? പയ്യാരം മൂപ്പര് നേരിട്ടല്ല പറയണത്. മൂപ്പര് 900 തോട്ടി കെട്ടിയിട്ട് മനുഷ്യൻ്റെ തൊള്ള വാടകയ്ക്ക് എടുത്തിട്ട് പറയുകയാണ്. ആ മനുഷ്യൻ കള്ളനല്ല എന്നതിൻ്റെ തെളിവാണ് മക്കക്കാർ ചോദിച്ചു കൊണ്ടേയിരുന്നത്. മുഹമ്മദ് കള്ളപ്രവാചകനല്ല, മുഹമ്മദ് ഒറിജിനലാണ് എന്നതിൻ്റെ തെളിവാണ് മക്കക്കാർ 13 കൊല്ലം ചോദിച്ചുകൊണ്ടിരുന്നത്. നയാ പൈസയുടെ തെളിവ് മുഹമ്മദ് കൊടുത്തിട്ടില്ല. മുഹമ്മദ് പറയുന്ന മണ്ടത്തരങ്ങൾ മുഴുവൻ മുഹമ്മദ് ഒറിജിനലല്ല എന്നതിൻ്റെ തെളിവായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഈ ഖുർആൻ വായിച്ചാൽ നമുക്കും ബോധ്യപ്പെടുന്നത്. 9ാമത്തെ വാക്യം, ഭൂമിയിൽ അവർ സഞ്ചരിക്കുന്നില്ലേ? എന്നാൽ അവർക്ക് തങ്ങളുടെ മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയാണെന്ന് നോക്കിക്കാണാമായിരുന്നല്ലോ. അവർ ഇവരെക്കാൾ ശക്തിയിൽ കേമന്മാരായിരുന്നു. അവർ ഭൂമിയെ ഉഴുതു മറിക്കുകയും ഇവർ അതിനെ നിവാസയോഗ്യമാക്കിയതിനേക്കാൾ അവർ അതിനെ നിവാസയോഗ്യമാക്കുകയും ചെയ്തു. വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുക്കൽ അവരുടെ റസൂലുകൾ ചെല്ലുകയും ചെയ്തിരുന്നു. ഇത് മുമ്പ് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പൂർവീകരുടെ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മക്കക്കാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. അതല്ലാതെ ഭൂമിയിലൊക്കെ സഞ്ചരിച്ചു നോക്കുന്നില്ലേ എന്നത് നമ്മളോട് സഞ്ചാരം നടത്താൻ നിർദ്ദേശിക്കുന്നതൊന്നുമല്ല. അങ്ങനെ ഭൂമിയിലൊക്കെ സഞ്ചരിച്ചു നോക്കിയാൽ നമുക്കെന്താ മനസ്സിലാവുന്നത്? എനിക്ക് മനസ്സിലായത്, ഞാനിപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങാടി പോയ മാതിരിയല്ല. നമ്മൾ അവിടെയുള്ള ചരിത്ര സ്മാരകങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും അവിടുത്തെ മതവിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഖുർആനിൽ പറയുന്ന ഈ മുഹമ്മദ് അവതരിപ്പിക്കുന്ന അള്ളാഹു എന്ന ഒരു ദൈവം 1,24,000 പ്രവാചകന്മാരെ ലോകത്തെല്ലായിടത്തേക്കും അയച്ചിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, പച്ചക്കള്ളമാണ്. ഒരു നയാ പൈസയുടെ ഒരു ഫോസിൽ തെളിവ് പോലും ലോകത്തെവിടെയും സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടാനില്ല. മുഹമ്മദ് അറബി ഭാഷയിൽ മക്കക്കാരോട് പറഞ്ഞ ബഡായികളല്ലാതെ ആ കഥ ഒരു പൂർവിക കഥകളിലും
അതിന് സമാനമായ ഒരു കഥ പോലുമില്ല. അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് തന്നെ ലോകത്ത് എവിടെയും യാതൊരു തെളിവും കാണാനില്ല. അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നുണ്ട് എന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പ്രവാചകന്മാരെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അയച്ചിട്ടുണ്ട് എന്നും പറയുന്നതിന് ലോകത്ത് എവിടെയും ഒരു ശിലാഫലകത്തിൻ്റെ തെളിവ് പോലും, ഒരു ഫോസിൽ തെളിവുകൾ പോലും നമുക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പഠനം നടത്തിയാൽ കിട്ടാനില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് ഈ പറഞ്ഞ ബഡായിക്ക് മുഹമ്മദിൻ്റെ തൊള്ള ബഡായി എന്നതിനപ്പുറത്ത് ചരിത്രപരമായോ വസ്തുതാപരമായോ യാതൊരു സാധുതയോ തെളിവോ ഇല്ല എന്ന് തന്നെയാണ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ എന്ന ഈ ചോദ്യം പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ഈ കിതാബിൽ പറയുന്നത് എല്ലാം പൊട്ടക്കഥകളാണ് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. എന്നാൽ അള്ളാഹു അവരോട് അനീതി പ്രവർത്തിക്കുകയുണ്ടായിട്ടില്ല, പക്ഷേ അവർ തങ്ങളോട് തന്നെ അനീതി പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തത്. ആ പറഞ്ഞതും തെറ്റാണ്. അള്ളാഹു തന്നെയാണ് ഈ കഥ അനുസരിച്ച് തന്നെ അനീതി പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹു ഒരു കാര്യവും മര്യാദക്ക് തെളിവ് കൊടുക്കാതെ അള്ളാഹു ഒളിച്ചു കുത്തിരുന്നിട്ട് അള്ളാഹു ഏജൻറ്റുമാരെ പറഞ്ഞേക്കാണ്. ആരെ ഏജൻറ്റുമാരെ? 1,900 കള്ളന്മാരും വ്യാജന്മാരും വിലസുന്ന ഒരു ലോകത്ത് അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ തൊള്ള വാടകയ്ക്ക് എടുത്തിട്ട് ബഡായി പറയേണ്ട യാതൊരു കാര്യവും ഒരു ദൈവത്തിനില്ല. ദൈവത്തിന് സ്വന്തം സൃഷ്ടികളായ മനുഷ്യരെ തൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുത്താൻ, തൻ്റെ ആവശ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ, താനുമായി അവർക്കുള്ള ഇടപാടെന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ, അവരിൽ നിന്ന് ആരെയെങ്കിലുമൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് അവരുടെ ഭാഷ കടമെടുത്തിട്ട് അവരോട് വിഡ്ഢിത്തങ്ങൾ പറയേണ്ട യാതൊരാവശ്യവും ഒരു ദൈവത്തിനില്ല. ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ദൈവത്തിന് മറ്റെന്തെല്ലാം സുതാര്യമായ മാർഗങ്ങൾ ഉണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ. അതൊന്നും ചെയ്യാതെ 1,900 വ്യാജന്മാർ ചെയ്യുന്ന അതേ കാര്യം ഒറിജിനലും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒറിജിനലും ഈ വ്യാജന്മാരുടെ കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനപ്പുറത്ത് യാതൊരു തെളിവും യാതൊരു യുക്തിയും ഈ പറയുന്ന കഥയ്ക്ക് ഇല്ല. 10, പിന്നീട് ദുഷ്പ്രവൃത്തി ചെയ്ത കൂട്ടരുടെ പര്യവസാനം ഏറ്റവും ദുരവസ്ഥയായിത്തീർന്നു. അള്ളാഹുവിൻ്റെ ലക്ഷ്യങ്ങളെ അവർ വ്യാജമാക്കുകയും അവയെപ്പറ്റി പരിഹസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തതിനാൽ. എന്നിട്ട് എന്തേ ഈ മക്കക്കാർ 13 കൊല്ലം മുഹമ്മദിനെ പരിഹസിച്ചിട്ട് മക്കക്കാരുടെ നേരെ അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയും വരാതിരുന്നത്? അള്ളാഹു അവിടെ ഒരു ശിക്ഷയും നടപ്പിലാക്കിയിട്ടില്ലല്ലോ. ഒരു ഭൂകമ്പവും ഉണ്ടായിട്ടില്ല, ഒരു വെള്ളപ്പൊക്കവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു കൊടുങ്കാറ്റും ഉണ്ടാക്കിയിട്ടില്ല, ഒരു മഹാമാരി ഉണ്ടാക്കിയിട്ടില്ല. അസാധാരണമായ യാതൊരു സംഭവവും മക്കയിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ അവിടുന്ന് മുഹമ്മദ് സ്വയം പരാജയപ്പെട്ട് പരിഹാസ്യനായിട്ട് അവിടുന്ന് നാട് വിട്ടുപോയി. മുഹമ്മദ് ആളെ കൂട്ടി വാളും കൊണ്ട് വന്നിട്ടാണ് അവരെ കീഴ്പ്പെടുത്തുന്നത്. എന്നിട്ട് അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ എഴുതി വെക്കുകയാണ് ഇസ്ലാമിൻ്റെ ആളുകൾ ചെയ്തിട്ടുള്ളത്. എന്താ അത് തെളിയിക്കുന്നത്? മുഹമ്മദ് അവിടെ 13 കൊല്ലം അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്, പൂർവികരുടെ ഈ കഥകൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതാ അള്ളാഹിൻ്റെ ശിക്ഷ വരുന്നു, നിങ്ങൾക്ക് ഇതാ അള്ളാഹിൻ്റെ ശിക്ഷ വരുന്നു, നിങ്ങൾ ഇന്ന റസൂൽ എന്നുള്ള നിലയ്ക്ക് എന്നെ അംഗീകരിക്കാത്തതിന് നിങ്ങളെപ്പോൾ മലമറിച്ച് ശിക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവർ എന്നാ ശിക്ഷ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പരിഹസിച്ചത്. അവസാനം അള്ളാഹുവിനെ തന്നെ നേരിട്ട് വിളിച്ചിട്ട് അള്ളാഹുവേ ഞങ്ങളെ തലയിൽ കൂടെ ശിക്ഷ ഇറക്കിക്കൊണ്ടോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക വരെ ചെയ്തിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. മുഹമ്മദ് ലഭ്യനായി മക്കയിൽ നിന്ന് തടി സലാമത്താക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് ഒരു വ്യാജനായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു പ്രപഞ്ചസൃഷ്ടാവായ ദൈവത്തിന് മുഹമ്മദിനെ പോലെ ഒരാളെ വിഡ്ഢിവേഷം കെട്ടിച്ചിട്ട് ഇങ്ങനെ സ്വയം പരിഹാസ്യനാവേണ്ട യാതൊരു ഗതികേടുമില്ല എന്നാണ് സാമാന്യ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്നത്. 11, അള്ളാഹു സൃഷ്ടിയെ ആദ്യമുണ്ടാക്കുന്നു, പിന്നീട് ആവർത്തിക്കുന്നു, പിന്നീട് അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു പടച്ചോൻ ഒരു പുസ്തകം മനുഷ്യരാശിക്ക് വേണ്ടി കൊടുത്തയച്ചിട്ട്, അതും ഒടുക്കത്തെ പുസ്തകം, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി ഒരു പുസ്തകം കൊടുത്തയച്ചിട്ട് ആ പുസ്തകത്തിൽ വിഷയപ്പട്ടിണി അനുഭവിച്ച് നരകിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിഷയദാരിദ്ര്യം കൊണ്ട് പറഞ്ഞത് തന്നെ വളവളാ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുക. എത്ര വട്ടം പറഞ്ഞ കഥകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ആവശ്യം? ദൈവം ഒരു പുസ്തകം കൊടുത്തയക്കാൻ, ആ പുസ്തകത്തിനൊരു ദൈവികതയുടെ ഗൗരവം ഉണ്ടാവണമെങ്കിൽ തന്നെ ആ പുസ്തകത്തിൽ കാര്യങ്ങൾ പറയുന്നത് വ്യക്തമായിരിക്കണം, കൃത്യമായിരിക്കണം, അനാവശ്യമായ ആവർത്തനങ്ങൾ ഉണ്ടാവരുത്, അതിലൊരു ക്രമം വേണം. ആ പറഞ്ഞ യാതൊരു ക്വാളിറ്റിയും ഈ പുസ്തകത്തിനില്ല. 13 കൊല്ലം ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ചറപറ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം?
മുഹമ്മദിന് വിവരമുണ്ടായിരുന്നില്ല. മുഹമ്മദ് ആകെ കൂടെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടായിരുന്നു അവിടെ. മുഹമ്മദിൻ്റെ വിഷയദാരിദ്ര്യമാണ് ഈ ഖുർആനെ ഇത്രയും വലിയൊരു പുസ്തകമാക്കി മാറ്റിയത്. ഇത് മുഴുവനും കൂടെ ക്രോഡീകരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും 10 ഇരട്ടി ഉണ്ടാവുമായിരുന്നു എന്നാണ് ഇതിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ മനസ്സിലാവുന്നത്. കിട്ടിയതൊക്കെ കൂടെ വാരി കൂട്ടിയിട്ട് തുന്നിയുണ്ടാക്കിയ പുസ്തകമാണെന്ന്. എന്നിട്ട് പോലും ഇതിനകത്ത് ഇത്രയും ആവർത്തനങ്ങളാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ ആശയത്തിൻ്റെ ആ കണ്ടൻറ്റിൻ്റെ മാത്രം എടുത്തിട്ട് നമ്മളൊന്ന് കൺസൈസ് ചെയ്ത് ഒന്ന് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പോക്കറ്റ് ഡയറിയുടെ വലിപ്പമുള്ള ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ആവർത്തനങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അപ്രസക്തമായ വഷളത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് കാര്യം മാത്രം ഇതെടുത്തിട്ട് ഒരു പുസ്തകം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു A4 പേജിൻ്റെ 2 പുറത്ത് എഴുതാനുള്ള കാര്യങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. ബാക്കി മുഴുവൻ മുഹമ്മദിൻ്റെ വിഷയപ്പട്ടിണി നമുക്ക് ബോധ്യപ്പെടുത്തുന്നു എന്നതിനപ്പുറം യാതൊരു പ്രയോജനവുമില്ലാത്ത ആവർത്തന ചവറുകളാണ്. അള്ളാഹു സൃഷ്ടി നടത്തുന്നു, അത് സൃഷ്ടിയെ ആവർത്തിക്കുന്നു, അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഈ പറഞ്ഞത്. ഇതൊന്നും അല്ല മക്കക്കാർക്ക് കേൾക്കേണ്ടത്. മക്കക്കാർക്ക് ഈ പറയുന്നതൊക്കെ ശരിയാണ് എന്നതിന് മുഹമ്മദ് അള്ളാഹു പറഞ്ഞയച്ച ദൂതനാണ് എന്നതിൻ്റെ തെളിവാണ് മക്കക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനുള്ള തെളിവ് പറയുന്നതിന് പകരം പിന്നെയും പഴയ മണ്ടത്തരങ്ങൾ ആവർത്തിക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. 12 അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ ആശയറ്റുപോകുന്നതാണ്. ഇവിടെ കുറ്റവാളികൾ എന്ന് പറയുന്നത് മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവർ എന്നാണ് ഇതിനുള്ള വിശദീകരണം. മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവർ കുറ്റവാളികളാവുന്നത് എങ്ങനെയാണ്? അവർ ചെയ്യുന്നത് ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. ഇപ്പോൾ അള്ളാഹു അല്ല വേറൊരു ദൈവമാണ് ശരിയെങ്കിൽ മുസ്ലിങ്ങളൊക്കെ കുറ്റവാളികളാണ്. ഒരു മുസ്ലിമിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ കുറ്റവാളിയാണ്, അതുകൊണ്ട് ഞാൻ നാളെ നരകത്തിൽ പോകും. യഥാർത്ഥ ദൈവം യഹോവയാണെങ്കിൽ, ക്രിസ്തുമതമാണ് ശരിയായ മതം എങ്കിൽ നാളെ ഞാൻ അവിടെ നരകത്തിൽ പോകും എങ്കിൽ ആ യഹോവയും നിങ്ങളെ പറ്റിച്ച ഈ അള്ളാഹുവും ഒക്കെ നീതിമാന്മാരായ ദൈവങ്ങളാണ് എന്ന് ഇന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ ബോധ്യപ്പെടുമോ? അവിടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടത് അവരും വിശ്വസിക്കുന്നു, അഥവാ അവർ വിശ്വസിക്കുന്നതിനെ അവർക്ക് ബോധ്യമായിട്ട് അനുഭവപ്പെടുന്നു. അതിനവരെങ്ങനെയാണ് കുറ്റവാളികളാവുന്നത്? കുറ്റം ചെയ്യുന്നവർ, തിന്മ ചെയ്യുന്നവരെയാണ് കുറ്റവാളി എന്ന് വിളിക്കേണ്ടത്. ഇവിടെ നന്മയും തിന്മയും ഒന്നും വരുന്നതേയില്ല. മനുഷ്യർക്ക് മുമ്പിൽ അപ്രത്യക്ഷനായിട്ട് ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് മനുഷ്യർ അവരുടെ ഭാവനകൾക്കനുസരിച്ച് സങ്കല്പിച്ച് അവർ ദൈവങ്ങളെ ആരാധിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്താൽ അതെങ്ങനെയാണ് കുറ്റവാളികളാവുന്നത്? അതെങ്ങനെയാണ് കുറ്റകൃത്യമാവുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഈ കഥ മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ ഒരൊറ്റ കുറ്റവാളി മാത്രമേ ശിക്ഷ അർഹിക്കുന്നവനായിട്ടുള്ളൂ. അത് അള്ളാഹുവാണ്. എല്ലാ തിന്മകളും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. എല്ലാ തിന്മകളുടെയും എല്ലാ കുറ്റങ്ങളുടെയും എല്ലാ കുറ്റവാളികളുടെയും ഉത്തരവാദിത്തം അള്ളാഹു സ്വയം ഏറ്റെടുക്കുന്നുണ്ട് ഈ ഖുർആനിൽ. അങ്ങനെയാണെങ്കിൽ കുറ്റവാളി ആരാണ്? അള്ളാഹുവാണ്. ഈ കുറ്റവാളിക്ക് മറ്റുള്ളവരെ, അയാൾ ചെയ്ത കുറ്റത്തിന് മറ്റുള്ള നിരപരാധികളെ കുറ്റവാളി എന്ന് വിളിക്കാൻ എന്ത് അർഹതയുള്ളത്? 13 തങ്ങളുടെ പങ്കുകാരിൽ നിന്ന് അവർക്ക് ശുപാർശക്കാർ ഉണ്ടായിരിക്കുകയുമില്ല, അവർ തങ്ങളുടെ പങ്കാളികളെ തന്നെ നിഷേധിക്കുന്നവരായിരിക്കുകയും ചെയ്യും. ഇതൊക്കെ എത്ര വട്ടം പറഞ്ഞതാണ്. 14 അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം അന്ന് അവർ വേർപിരിയുന്നതാകുന്നു. അങ്ങനെ അന്ത്യസമയത്തിൻ്റെ വിചാരണ കഴിഞ്ഞിട്ടാണ് അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടാൻ പോകുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് മദീനയിൽ പോയിട്ട് മുഹമ്മദ് വാളെടുത്ത് വന്നിട്ട് അവരെ കീഴ്പ്പെടുത്തിയത്? മുഹമ്മദിന് മിണ്ടാതിരുന്നാൽ പോരായിരുന്നില്ലേ? അള്ളാഹു ശിക്ഷിച്ചോളൂലായിരുന്നില്ലേ? അപ്പോൾ അള്ളാഹു ശിക്ഷിക്കില്ല എന്ന് ഉറപ്പായപ്പം മുഹമ്മദ് സ്വയം വാളെടുത്തിട്ട് ഇവരെ ശിക്ഷിക്കാൻ വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുഹമ്മദ് മറ്റുള്ളവരെയൊക്കെ വാൾ കൊണ്ടുപോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ഒരു മതമുണ്ടാക്കുകയാണ് ചെയ്തത്. അള്ളാഹു ഇങ്ങനെ വിചാരണ ചെയ്ത് ഓരോ കുറ്റക്കാരെയും അവിടെ ശിക്ഷിക്കും എങ്കിൽ അതിന് പുറമെ ഇവിടുന്ന് മുഹമ്മദ് എന്തിനാണ് ശിക്ഷിക്കാൻ പോയത്? അള്ളാഹു ശിക്ഷിച്ചാൽ പോരായിരുന്നില്ലേ? 15 എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകട്ടെ അവർ ഒരു പൂന്തോപ്പിൽ ആനന്ദം കൊള്ളുന്നതാകുന്നു. 16 എന്നാൽ അവിശ്വസിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെയും വ്യാജമാക്കുകയും ചെയ്തിട്ടുള്ളവരോ അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നതുമായിരിക്കും. 17 ആകയാൽ നിങ്ങൾ സന്ധ്യാവേളയിലാകുമ്പോഴും പ്രഭാതവേളയിലാകുമ്പോഴും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക, പ്രകീർത്തനം ചെയ്യുക. 18 ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാ സ്തുതിയും അവന് തന്നെ, സായാഹ്ന സമയത്തും നിങ്ങൾ മധ്യാഹ്നവേളയിലായിരിക്കുമ്പോഴും. വിശ്വസിക്കുന്നവരെ അള്ളാഹു സ്വർഗത്തിലെ പൂന്തോപ്പിലെ കൊണ്ടാക്കുന്നു, വിശ്വസിക്കാത്തവരെ അള്ളാഹു നരകത്തിലിട്ട് പൊരിക്കുമെന്നും അതുകൊണ്ട് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും
അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം എന്നുമാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞ സമയങ്ങളെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ദിവസം 5 നേരം നിസ്കാരം എന്ന് പറഞ്ഞത്. ഇവിടെ നിസ്കാരത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ തസ്ബീഹ് ചെയ്യുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ കൃത്യസമയമൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അതിനെയാണ് 5 നേരത്തെ നിസ്കാരമാക്കിയിട്ട് പിന്നീട് മാറ്റിയിട്ടുള്ളത്. അതല്ലാതെ ഈ ഖുർആനിൽ കൃത്യമായി 5 സമയം ഇന്ന സമയങ്ങളിൽ ഇത്ര റക്അത്ത് വീതം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങൾ നിസ്കരിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതൊക്കെ പിന്നീട് നബി അങ്ങനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വച്ചിട്ടുള്ള ഹദീസുകളിലാണ് വിശദാംശങ്ങളുള്ളത്. 19 അവൻ നിർജീവാവസ്ഥയിൽ നിന്ന് ജീവിയെ പുറത്തു കൊണ്ടുവരുന്നു, ജീവിയിൽ നിന്ന് നിർജീവമായതിനെയും പുറത്തു കൊണ്ടുവരുന്നു. ഭൂമി നിർജീവമായതിനു ശേഷം അതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അപ്രകാരം തന്നെ നിങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടും. ഇവിടെ നേരത്തെ മക്കൾക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്തായിരുന്നു? ഭൗതിക കാര്യങ്ങളിലുള്ള കുറച്ച് വിവരങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ, ബാക്കിയുള്ള വിവരങ്ങളൊക്കെ എൻ്റെ പടച്ചോൻ്റെ കയ്യിലും എൻ്റെ കിതാബിലുമാണുള്ളത് എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. പക്ഷേ ഭൗതിക കാര്യങ്ങളിൽ മുഹമ്മദിനും മുഹമ്മദിൻ്റെ പടച്ചോനും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ചത്. ഞാൻ മുമ്പ് പല സന്ദർഭങ്ങളിലും അത് വിശദീകരിച്ചിട്ടുള്ളതാണ്. കാരണം ഇതൊക്കെ പലതവണ ആവർത്തിച്ച് കഴിഞ്ഞതാണ്. നിർജീവ വസ്തുവിൽ നിന്ന് ജീവവസ്തു ഉണ്ടായി എന്നിവിടെ പറയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് തഫ്സീറുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് കൊടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അതുതന്നെയാണ് അമാനി മൗലവിയും പറഞ്ഞിട്ടുള്ളത്. ഞാൻ അമാനി മൗലവി എഴുതി വെച്ചത് വായിക്കാം. ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് മനുഷ്യൻ ഉത്ഭവിക്കുന്നു, മുട്ടയിൽ നിന്ന് പറവകൾ പുറത്തു വരുന്നു, മറിച്ച് മനുഷ്യരിൽ നിന്ന് ഇന്ദ്രിയം പുറത്തു വരുന്നു, പക്ഷിയിൽ നിന്ന് മുട്ടയും, ഇങ്ങനെ നിർജീവമായതിൽ നിന്ന് ജീവികളും ജീവികളിൽ നിന്ന് നിർജീവ വസ്തുക്കളും പുറത്തു വരുന്നത് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ഉണങ്ങി വരണ്ട് തരിശും ഉപയോഗശൂന്യമായി കിടന്ന ഭൂമിയിൽ മഴ വർഷിച്ച ശേഷം സസ്യലതാദികളാൽ അത് ജീവസ്സുറ്റതും ചൈതന്യമുള്ളതുമായി മാറുന്നു. ഇതേ പ്രകാരം തന്നെയാണ് മനുഷ്യൻ്റെ മരണാനന്തര സ്ഥിതിയും. ഈ പറഞ്ഞതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. ബയോളജിയുടെ ABCD ജീവശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയാത്ത ആളുകൾക്ക് മാത്രമേ ഇതൊരു വലിയ കാര്യമായിട്ട് തോന്നുള്ളൂ. ഇത് മണ്ടത്തരമാണ് എന്ന് ഇന്ന് നമ്മൾ പറയാൻ കാരണം നമുക്കിന്നതിൻ്റെ ജൈവശാസ്ത്രപരമായിട്ടുള്ള വസ്തുതകൾ അറിയാമെന്നതുകൊണ്ടാണ്. ഒരു പക്ഷി മുട്ടയിടുമ്പോൾ മുട്ട ജീവനില്ലാത്തതാണ് എന്നാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. മുഹമ്മദും അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷിയിടുന്ന മുട്ടയും മനുഷ്യൻ്റെ ഇന്ദ്രിയം ശുക്ലവും ഒക്കെ ജീവനില്ലാത്തതാണെന്നും ആ ശുക്ലം കട്ട പിടിച്ചിട്ടാണ് പിന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി രൂപപ്പെടുന്നത് എന്നും ആ മുട്ട വിരിഞ്ഞിട്ടാണ് പിന്നെ ജീവനുള്ള പക്ഷികളുണ്ടാവുന്നത് എന്നും വിത്തുകളൊക്കെ ജീവനില്ലാത്തതാണെന്നും ആ വിത്തുകളെക്കുറിച്ചേ പറയുന്നില്ല. മഴ പെയ്യുമ്പോൾ അങ്ങോട്ട് ജീവൻ ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവുകയാണെന്ന് പറഞ്ഞത്. അതുവരെ നിർജീവമായി കിടന്ന ഭൂമി അവിടുന്ന് ജീവൻ ഇങ്ങോട്ട് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അവിടെ വിത്താണ് മുളയ്ക്കുന്നത് എന്ന് പോലും കൃത്യമായിട്ട് പലയിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വിത്ത് ജീവനില്ലാത്തതാണ്, മുട്ട ജീവനില്ലാത്തതാണ്, ശുക്ലം ജീവനില്ലാത്തതാണ് എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ശുക്ലത്തിലുള്ള ബീജമാണ് കുട്ടിയാവാൻ പോകുന്നത്. അത് അമ്മയുടെ അണ്ടത്തിൽ ചെന്ന് ചേരുമ്പോഴാണ്, ആ അണ്ടവും ബീജവും ചേരുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. ഏത് ജീവിയുടെയും കുഞ്ഞുണ്ടാവുന്നത്. അതേ പ്രക്രിയയൊക്കെ നടന്നിട്ടാണ് ഒരു പക്ഷി മുട്ട ഇടുന്നത്. അതേ പ്രക്രിയകളിലൂടെ തന്നെയാണ് വിത്തുകൾ മുളയ്ക്കുന്നത്. അപ്പോൾ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതുണ്ടാവുന്നില്ല, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനും ഉണ്ടാവുന്നില്ല. ജീവൻ്റെ ഒരു നൈരന്തര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ മുട്ടയും ബീജവും വിത്തുമെല്ലാം. അതൊന്നും ജീവനില്ലാത്ത വസ്തുക്കളല്ല. പക്ഷേ ആ ജീവൻ്റെ സവിശേഷ ഗുണങ്ങൾ പ്രകടമാകുന്നില്ല, നമുക്ക് നമ്മുടെ കൺമുമ്പിൽ പ്രകടമാകുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ് അത് ജീവനില്ലാത്തതാണ് എന്ന്. യഥാർത്ഥത്തിൽ ജൈവകോശങ്ങൾ തന്നെയാണ് വിത്തും മുട്ടയും. മുട്ട എന്ന് പറയുന്നത് ഫെർട്ടിലൈസ് ചെയ്ത കോശമാണ്. അതായത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ബീജങ്ങൾ തമ്മിൽ സംയോജിച്ചിട്ട് ഒരു കുട്ടിയാവാൻ പാകപ്പെട്ട് നിൽക്കുന്ന ജീവനുള്ള ഒരു വസ്തുവാണ് ഒരു മുട്ട എന്ന് പറയുന്നത്. ആ മുട്ടയിൽ നിന്നാണ് കുഞ്ഞ് വിരിഞ്ഞു വരുന്നത്, അല്ലാതെ ജീവനില്ലാത്ത വസ്തുവല്ല. അപ്പോൾ ഭൗതിക കാര്യങ്ങളിൽ മക്കൾക്കാർക്ക് മാത്രമല്ല വിവരമില്ലാത്തത്, മക്കൾക്കാരോട് വിവരം വിളമ്പാൻ പോയ മുഹമ്മദിനും മുഹമ്മദിൻ്റെ അള്ളാഹുവിനും യാതൊരു വിവരമുണ്ടായിരുന്നില്ല എന്നതിൻ്റെ നല്ല ഒന്നാന്തരം ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് ഈ 19-ാമത്തെ വാക്യം. 20 അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് മണ്ണിൽ നിന്ന് നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്, പിന്നീട് നിങ്ങളതാ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യരായിരിക്കുന്നു. മണ്ണിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നത് മണ്ടത്തരമാണ്.
യാതൊരു ശാസ്ത്രീയമായ തെളിവും അതിനില്ല. മണ്ണല്ല മനുഷ്യൻ്റെ ശരീരത്തിലും മനുഷ്യൻ്റെയും ജീവികളുടെയും ശരീരഘടനയിലുള്ളത് മണ്ണല്ല, മറിച്ച് മറ്റനേകം പദാർത്ഥങ്ങൾ ചേർന്നാണ് ഓരോ ജീവകോശവും അല്ലെങ്കിൽ ജീവൻ്റെ അടിസ്ഥാന ഘടനയായിട്ടുള്ള പദാർത്ഥ തന്മാത്രകളും ഒക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. ആ പദാർത്ഥങ്ങളിൽ ഉൾച്ചേർന്നിട്ടുള്ള അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് മണ്ണല്ല എന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്നാണ് മനുഷ്യനുണ്ടാക്കിയത് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ശുദ്ധ അസംബന്ധമാണ്. മണ്ണിലുള്ള ഘടകങ്ങളും ഒരു ജീവിയുടെ ശരീരത്തിലുള്ള ഘടകങ്ങളും നിങ്ങൾ വേർതിരിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ രണ്ടിലും കോമൺ ആയിട്ട് ചില സാധനങ്ങൾ ഓക്സിജൻ, ഹൈഡ്രജൻ എന്ന് പറയുന്ന പോലുള്ള ചില സാധനങ്ങൾ കാണാമെന്നല്ലാതെ മണ്ണിലുള്ള സാധനങ്ങൾ മാത്രം പോരാ ഒരു ജീവകോശം അല്ലെങ്കിൽ ഒരു ജീവൻ്റെ ഘടന രൂപപ്പെടാൻ. അതിനപ്പുറത്തേക്ക് വളരെ സങ്കീർണമായിട്ടുള്ള അനേകം പദാർത്ഥങ്ങളുടെ സങ്കീർണ ഘടനയോടുകൂടിയ സംയുക്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്. ആ ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് പരിണമിച്ചിട്ടാണ് ജന്തുക്കളും സസ്യങ്ങളും മനുഷ്യനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ശാസ്ത്രീയമായി നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ആ വിവരമൊന്നും അള്ളാഹ്ക്കില്ലായിരുന്നു. അള്ളാഹു ബാബിലോണിയയിലെ കെട്ടുകഥകൾ വായിച്ചു നോക്കിയിട്ട് അവിടെ കളിമണ്ണുകൊണ്ട് കുഴച്ച് കൊശവന്മാർ ചട്ടിയും പാത്രവും പ്രതിമകളും ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി മൂക്കിലൂതി എന്ന് പറയുന്ന പൊട്ടക്കഥയാണ് ഇവിടെ നമുക്ക് വിളമ്പിത്തരുന്നത്. അതൊക്കെ ഒന്നാന്തരം ദൃഷ്ടാന്തങ്ങളാണ് ഈ സാധനം എവിടുന്ന് വന്നു എന്നതിൻ്റെ. 21 അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതു തന്നെയാണ് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നിട്ടുള്ളതും നിങ്ങൾ അവരുടെ അടുക്കൽ സമാധാനമടയുവാൻ വേണ്ടി നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹബന്ധവും കാരുണ്യവും ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയമായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഒരു ദൃഷ്ടാന്തവുമില്ല. മണ്ണിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും ഇങ്ങനെ ഇണകളൊന്നുമുള്ള ജീവികളല്ല. ഇണകളില്ലാതെ അലൈംഗികമായ പ്രത്യുൽപാദനം നടത്തുന്ന അനേക ജീവികൾ ഇവിടെ ഉണ്ട്, സസ്യങ്ങളും ഉണ്ട്. ഇത് 2 തരത്തിലുള്ള പ്രത്യുൽപാദനവും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇണയില്ലാതെ ജീവിച്ചാലും ജീവികൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. അവയുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രത്യുൽപാദനം നടക്കും. ഇണകളെ തന്നിട്ടുള്ളത് സമാധാനത്തിനും സ്നേഹത്തിനും പ്രേമത്തിനും ഒന്നുമല്ല. ഇണകളെ പ്രകൃതി നമുക്ക് ഇണകളായിട്ട് തന്നിട്ടുള്ളത് പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. പ്രത്യുൽപാദനത്തിനുള്ള ഒരു മെക്കാനിസമാണ് ഈ മനുഷ്യനും ജന്തുക്കളും ഒക്കെ ആണും പെണ്ണുമായിട്ട് ഇണകളായിട്ട് വേർതിരിഞ്ഞിട്ടുള്ളത്. അവിടെ പ്രത്യുൽപാദനം എന്നുള്ള അടിസ്ഥാന കാര്യം ഇവിടെ പറയുന്നേ ഇല്ല. മറിച്ച് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും പറയാനൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ മനുഷ്യർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ മനുഷ്യർ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നിട്ട് പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വിഷയദാരിദ്ര്യം കൊണ്ട് പറഞ്ഞ പൊട്ടത്തരങ്ങൾ ആവർത്തിച്ച് ഇത്രയും വലിയൊരു പുസ്തകം ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കാണ് ദൈവം ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ദൈവം മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന അറിവുകളാണ് ഇതിൽ പ്രദാനം ചെയ്തിരുന്നത്. മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന അറിവുകൾ, മനുഷ്യനിന്നും അറിവുകൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ ഇതുവരെ സംഭരിച്ച അറിവുകൾ തന്നെ 900 കിതാബുകളിൽ എഴുതിയാലും തീരാത്തത്ര അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച അറിവുകൾ. ഇനിയും എത്രയോ അറിവുകൾ നമുക്ക് ലഭിക്കാനുണ്ട്. നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരറിവാണ് ഒരു പടച്ചോൻ, അത് നമുക്ക് സ്വയം കണ്ടെത്താൻ കഴിയാത്ത അറിവുകളാണ് ഒരു പടച്ചോൻ നമുക്ക് പറഞ്ഞു തരേണ്ടത്. മറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും നമുക്ക് പൊട്ടത്തരമാണ് എന്ന് ഇന്ന് മനസ്സിലായിട്ടുള്ള വിഡ്ഢിത്തങ്ങളുമാണ് ഈ പുസ്തകം നിറയെ വെളിപാടുകൾ എന്നും പറഞ്ഞിട്ട് അള്ളാഹു കുത്തി നിറച്ച് വെച്ചിട്ടുള്ളത്. അതും ഒരു നല്ല ദൃഷ്ടാന്തമാണ് ചിന്തിക്കുന്നവർക്ക്. ഖുർആനിൽ ഈ ആവർത്തിച്ചിട്ടുള്ള വിഡ്ഢിത്തങ്ങളും ഖുർആനിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന കാര്യമായ ഒരറിവും പറഞ്ഞിട്ടില്ല എന്നതും അനാവശ്യമായിട്ട് ഒരുപാട് പൊട്ടത്തരങ്ങളും പൊട്ടക്കഥകളും ആവർത്തിച്ചിട്ടുണ്ട് എന്നതും വിഷയദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാളുടെ ദയനീയ അവസ്ഥയെ ഇത് പ്രകടിപ്പിക്കുന്നു എന്നതും ഈ ഖുർആനിൻ്റെ ഉറവിടം മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ്റെ വിവരക്കേടിൻ്റെ വരണ്ട മനസ്സിൻ്റെ ഉൽപ്പന്നം മാത്രമാണ് എന്നതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ്. അപ്പോൾ ജീവികളിൽ ഈ ഇണകളെ കാണുന്നതും ജീവികളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുന്നതും ഒക്കെ ജീവശാസ്ത്രപരമായി ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പരിണാമം പോലുള്ള വസ്തുതകൾക്കാണ് ദൃഷ്ടാന്തമാകുന്നത്. അല്ലാതെ ഈ പുസ്തകത്തിൽ പറയുന്ന പൊട്ടക്കഥയ്ക്കുള്ള യാതൊരു ദൃഷ്ടാന്തവും ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ ജീവികളോ ജീവസമൂഹമോ അതിലെ ഇണകളോ ഒന്നും തന്നെ നമുക്ക് നൽകുന്നില്ല, ദൃഷ്ടാന്തമായിട്ട് നൽകുന്നില്ല. 22
അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതു തന്നെയാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതും നിങ്ങളുടെ ഭാഷകളും നിങ്ങളുടെ വർണ്ണങ്ങളും വ്യത്യസ്തമായിരിക്കുന്നതും. നിശ്ചയമായും അറിവുള്ളവർക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അറിവുള്ളവർക്കുള്ള ദൃഷ്ടാന്തം എന്താണ് ഈ പറഞ്ഞതിൽ? മനുഷ്യർക്കിടയിൽ അനേകം നിറങ്ങളും അനേകം റേഷ്യലായിട്ടുള്ള വ്യത്യാസങ്ങളും അനേകം ഭാഷകളും നിലനിൽക്കുന്നു എന്നത് എന്തിൻ്റെ ദൃഷ്ടാന്തമാണ്? ഈ കഥ മൊത്തം തെറ്റാണ് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണത്. ഈ കഥയിൽ പറയുന്നത് എന്താണ്? അള്ളാഹു കളിമണ്ണ് കുഴച്ച് ആദം എന്ന് പറയുന്ന ഒരാളുണ്ടാക്കി, എന്നിട്ട് പിന്നെ അയാൾക്ക് ഇണയായിട്ടൊരു ഹവ്വായ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ആദമിനെയും ഹവ്വയെയും ഭാഷ പഠിപ്പിച്ചു. ആര്? പടച്ചോൻ ആദം നബിക്ക് പഠിപ്പിച്ച ഒരു സാധനമാണ് ഭാഷ എന്നാണ് ഈ കഥാപുസ്തകവും അതിൻ്റെ അനുബന്ധ പുസ്തകങ്ങളും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് ലോകാവസാനം വരെ എല്ലാ മനുഷ്യർക്കും ഒരു ഭാഷയേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരു ഭാഷയേ ഉള്ളൂ എങ്കിൽ ഈ കഥ ശരിയാണ് എന്നതിനൊരു ദൃഷ്ടാന്തമാകുമായിരുന്നു അത്. മറിച്ച് ലോകത്ത് പതിനായിരക്കണക്കിന് ഭാഷകൾ ഉണ്ടാവുകയും മരിച്ചു പോവുകയും ഇന്നും പുതിയ ഭാഷകൾ രൂപപ്പെടുകയും ഭാഷ വികസിച്ചുകൊണ്ടിരിക്കുകയും അനേകായിരം ഭാഷകൾ ജൈവ ഭാഷകളായി ലോകത്തിൻ്റെ പല ഭാഗത്തും നിലനിൽക്കുകയും ചെയ്യുന്നു എന്നത് എന്തിൻ്റെ ദൃഷ്ടാന്തമാണ്? മനുഷ്യ പരിണാമത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. ഓരോ ഭൂഖണ്ഡങ്ങളിലും ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് അതാത് പ്രദേശങ്ങളിൽ പരസ്പരം ആശയവിനിമയം നടത്തേണ്ട ആവശ്യം വന്നപ്പോൾ മനുഷ്യർ പരസ്പരം സ്വയം ഉണ്ടാക്കി അവതരിപ്പിച്ചതാണ് ഭാഷകൾ. മനുഷ്യർ അവരുടെ ശബ്ദ വ്യത്യാസങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തിയപ്പോഴാണ് ഭാഷ ഉണ്ടായിട്ടുള്ളത്. അത് പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള ഭാഷകളുണ്ടായി. അങ്ങനെയാണ് ലോകത്ത് വൈവിധ്യമാർന്ന ഭാഷകൾ വന്നത്. അപ്പോൾ പടച്ചോൻ ഒരു ഭാഷയിൽ മനുഷ്യന് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നതും ഭാഷ തന്നെ പടച്ചോൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നതും ശുദ്ധ മണ്ടത്തരമാണ് എന്നതിൻ്റെ തെളിവാണ്. ലോകം മുഴുവൻ നിങ്ങൾ ചുറ്റി സഞ്ചരിച്ചു നോക്കൂ, അവിടെയെല്ലാം നിങ്ങൾക്ക് അനേകായിരം ഭാഷകൾ കാണാം. ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് തന്നെ 25-ൽ പരം പ്രബലമായ ഭാഷകളുണ്ട്. അതുകൂടാതെ പ്രാദേശികമായ അനേകം വ്യതിയാനങ്ങളുള്ള ഭാഷകളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ പോലും പലതരത്തിലുള്ള ഭാഷകളാണ് മനുഷ്യർ പ്രയോഗിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ഭാഷ പടച്ചോൻ പറഞ്ഞു പഠിപ്പിച്ചെന്നതല്ല, ഭാഷ മനുഷ്യരുണ്ടാക്കിയതാണ്. മനുഷ്യർ പലയിടത്തുമായിട്ട് പല ഗോത്രങ്ങളായിട്ട് പരസ്പര ബന്ധമില്ലാതെ ജീവിച്ചു വന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് അനേകം ഭാഷകളുണ്ടായത്. ദൈവം ആദം എന്ന് പറയുന്ന ഒരാളെ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് ഭാഷയെങ്കിൽ മനുഷ്യരുടെ തലമുറകളായിട്ട് പകർന്നു പോകുമ്പോൾ ആ ഒരൊറ്റ ഭാഷയിൽ മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ. ഒരു ഭാഷ മാത്രമേ ലോകത്തുണ്ടാകുമായിരുന്നുള്ളൂ. ദൈവം എന്ന് പറയുന്ന കഥാപാത്രം തന്നെ തെറ്റാണ് എന്നതിൻ്റെ, അന്ധവിശ്വാസമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മനുഷ്യർക്കിടയിലുള്ള ഭാഷാ വൈവിധ്യങ്ങളും അതുപോലെ തന്നെ റേഷ്യലായിട്ടുള്ള വൈവിധ്യങ്ങൾ ഉണ്ടാവാൻ എന്താ കാരണം? വിവിധ കളറുകളും മൂക്ക് ചപ്പിയവരും മൂക്ക് നീണ്ടവരും പല വലിപ്പത്തിലുള്ളവരും പലതരത്തിലുള്ള മനുഷ്യരും ഉണ്ടാവാൻ എന്താണ് കാരണം? അതിന് കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥകൾ വ്യത്യാസപ്പെട്ടതുകൊണ്ടാണ്. അതിനനുസരിച്ച് മനുഷ്യർക്ക് ഉണ്ടായിട്ടുള്ള പരിണാമമാണ് ഇത്. ജൈവ പരിണാമത്തിൻ്റെ തെളിവാണ്. മനുഷ്യരിലെ റേഷ്യലായിട്ടുള്ള വ്യത്യാസങ്ങളും ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഒക്കെ മനുഷ്യരെ ജൈവ പരിണാമത്തിലൂടെയും മനുഷ്യപരിണാമത്തിലൂടെയുമാണ് മനുഷ്യർ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന ശാസ്ത്രീയമായ മനുഷ്യൻ്റെ അറിവിനാണ് ദൃഷ്ടാന്തമാകുന്നത്. ഈ കഥാപുസ്തകം പറയുന്ന മൊത്തം കഥകൾ പൊട്ടത്തരമാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഭാഷാ വൈവിധ്യങ്ങളും വംശീയമായിട്ടുള്ള വൈവിധ്യങ്ങളും. ഇനിയും ദൃഷ്ടാന്തം പറച്ചിൽ തുടരുകയാണ്. അടുത്ത ദൃഷ്ടാന്തം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം.